മനോരമയുടെ മറ്റൊരു കോൺഗ്രസിന് വേണ്ടിയിട്ടുള്ള PR തന്ത്രം കൂടി കഴിഞ്ഞ ദിവസം ജനങ്ങൾ തന്നെ പൊളിച്ചു കയ്യിൽ കൊടുത്ത ഒരു സാഹചര്യമുണ്ടായി. ഇത് സംഭവിച്ച ഉടനെ ആ പോസ്റ്റ് പിൻവലിച്ച് മനോരമ എന്ന് പറയുന്ന മാധ്യമ പ്രസ്ഥാനം കണ്ടം വഴി ഓടുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസം കൃത്യമായി കേരളത്തിന്റെ വികസനങ്ങൾ മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ബജറ്റ് സമ്മേളനം തന്നെയായിരുന്നു നമുക്ക് കാണുവാൻ സാധിച്ചത്. നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷത്തിന് അതിനെ എതിർത്തുകൊണ്ട് ഒരക്ഷരം പോലും മിണ്ടാൻ സാധിക്കാത്തത്ര കിടിലൻ ബജറ്റ് സമ്മേളനം എന്ന് തന്നെ പറയാം. KN ബാലഗോപാൽ പൊളിച്ചടുക്കി എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു വെക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ബജറ്റ് സമ്മേളനം. ആ ബജറ്റ് സമ്മേളനത്തെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു അപമതിപ്പുണ്ടാക്കുവാൻ വേണ്ടിയിട്ട് മനോരമ നടത്തിയ ഒരു നെറികെട്ട പ്രവർത്തനം. ആ പ്രവർത്തനം ഇങ്ങനെയായിരുന്നു: കേരള ബജറ്റിന് മാർക്കിടാം എന്ന് പറഞ്ഞൊരു പോൾ ഇടുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ, സോഷ്യൽ മീഡിയ പേജുകളിൽ. അതിൽ KN ബാലഗോപാലിന്റെ ഒരു ചിത്രവും കേരള ബജറ്റ് എന്നുള്ള ഒരു ടാഗ് ലൈനും കൊടുത്ത് 3 തരത്തിലുള്ള പോളിംഗ് ഓപ്ഷനുകളും കൊടുത്തിട്ടായിരുന്നു മനോരമയുടെ ആ PR തന്ത്രം. മികച്ചത്, മോശം, ശരാശരി എന്നിങ്ങനെ 3 പോളിംഗ് ടാബുകളോട് കൂടിയിട്ടാണ് മനോരമ സോഷ്യൽ മീഡിയയിൽ അത്തരത്തിൽ ഒരു പോളിംഗ് സെറ്റ് ചെയ്തു വെച്ചത്. പക്ഷേ ജനങ്ങൾക്ക് കാര്യവിവരമുണ്ട്. ജനങ്ങൾ വികസനത്തെ മനസ്സിലാക്കി തുറന്നിരിക്കുന്നു. വികസനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ആരാണ്, PR വർക്കുകൾക്കപ്പുറം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് ആരാണ്, നിലകൊള്ളുന്നത് ആരാണെന്ന് കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയായിരുന്നു ആ പോളിംഗ്. മനോരമയിട്ട പോളിംഗിൽ 87.29% ജനങ്ങളും ഏറ്റവും മികച്ചൊരു ബജറ്റ് സമ്മേളനം എന്നുള്ള ബട്ടണിൽ കുത്തുകയും അത് സർക്കാരിന് തന്നെ കൃത്യമായിട്ടുള്ള ഒരു കിടിലൻ PR വർക്കായി മാറുകയും ചെയ്ത സാഹചര്യമുണ്ടായി. അപ്പോൾ തന്നെ സതീശൻ മനോരമയിലേക്ക് വിളിക്കുന്നു: നിങ്ങൾ എന്ത് ഉടായ്പ പരിപാടിയാണ് ഈ കാണിക്കുന്നത്? എനിക്ക് വേണ്ടി PR പണി ചെയ്യാൻ പറഞ്ഞിട്ട് സർക്കാരിന് വേണ്ടി, പിണറായി സർക്കാരിന് വേണ്ടി PR പണി ചെയ്യുന്നു. ഉടനടി ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്തിട്ട് അത് കൺകാണാത്തിടത്തേക്ക് തള്ളിക്കളയണം എന്നൊരു നിർദ്ദേശം വരുന്നു. ഉടൻ തന്നെ മനോരമ ആ പോസ്റ്റ് പിൻവലിച്ച് കണ്ടം വഴി ഓടുന്ന ഒരു കാഴ്ച ഉണ്ടായി. ചിന്തിച്ചു നോക്കുക, എവിടെയൊക്കെയാണ് PR വർക്ക്, കോൺഗ്രസിനും സതീശനും വേണ്ടി PR വർക്ക് ചെയ്യാൻ വേണ്ടി ഗ്യാപ്പ് കണ്ടെത്തുന്നതെന്ന്. ഈ ഗ്യാപ്പിലൂടെ എങ്ങനെയെങ്കിലും സതീശനെ മുഖ്യമന്ത്രിയാക്കി എടുക്കുവാൻ വേണ്ടിയിട്ടാണ് മാധ്യമമായ മനോരമ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ജനങ്ങൾ അത്ര വിഡ്ഢികളല്ല, പൊട്ടന്മാരല്ല. കേരളത്തിൽ താമസിക്കുന്നവരും കേരളത്തിലെ വളർന്നു വരുന്ന തലമുറയും. അതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇത്തരത്തിൽ മനോരമ PR വർക്കായിട്ട് കോൺഗ്രസിന് വേണ്ടിയിട്ട്, സതീശന് വേണ്ടിയിട്ട് ചെയ്ത PR വർക്ക്. കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു ബജറ്റിനെ, ആ ബജറ്റിനെ തരം താഴ്ത്തി കിട്ടുവാൻ വേണ്ടി കാണിച്ച ഉടായ്പ പരിപാടിയെ ജനങ്ങൾ തന്നെ പൊളിച്ച് കയ്യിൽ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇവരൊക്കെ കാണിക്കുന്നത് PR പരിപാടിയാണ്, PR വർക്കുകളാണ്, റീൽസുകൾ മാത്രമാണെന്ന്. ശരിക്കും ജനങ്ങൾക്കിടയിലേക്ക് ഇഴുകി ചേർന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും അവർക്ക് വേണ്ടി ഭാവി സുരക്ഷിതമാക്കുവാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം സാധ്യമാക്കുന്നതും പിണറായി സർക്കാരാണ് ഇന്നത്തെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മനോരമ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ഇടതുപക്ഷ വിരോധികൾ കാണുന്ന ഒരു ചാനൽ കൂടിയാണ്, ഒരു മാധ്യമ പ്രസ്ഥാനം കൂടിയാണ് മനോരമ എന്ന് പറയുന്നത്. ആ മനോരമയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോലും ഇത്തരത്തിൽ ബജറ്റിനെ അവഹേളിക്കുവാൻ വേണ്ടിയിട്ട് ഒരു പോൾ ഇട്ടപ്പോൾ ഏറ്റവും കൂടുതൽ പേർ ബജറ്റിനെ അംഗീകരിച്ചുകൊണ്ട് മികച്ച ബജറ്റാണ്, പിണറായി സർക്കാരിന്റെ 2026 ബജറ്റ് അതൊരു ഉഗ്രൻ ബജറ്റാണെന്ന് പറഞ്ഞു വച്ചിട്ടുണ്ടെങ്കിൽ, വിരോധികൾ പോലും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുറപ്പിക്കാം, കേരളത്തിന്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നു. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാർ 3.0 എന്നുള്ള ലക്ഷ്യം സുഗമമായി കൈവരിക്കുവാൻ സാധിക്കും, ഇടതുപക്ഷത്തിനെ കൊണ്ട് സാധിക്കുമെന്ന് മനോരമ തന്നെ പറയാതെ പറഞ്ഞു വച്ചൊരു സാഹചര്യമാണ് ഈ കഴിഞ്ഞു പോയത്. എന്തായാലും VD സതീശന്റെ കോൺഗ്രസിന്റെ PR വർക്ക് എടുത്ത് അവർക്ക് വേണ്ടിയിട്ട് മെഴുകുവാൻ വേണ്ടി വന്ന, അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഒരു ബജറ്റിനെ, ആ ബജറ്റിനെ എഴുതിക്കാട്ടിക്കൊണ്ട് ഇടതുപക്ഷ സർക്കാരിനെ മങ്ങലേൽപ്പിക്കാം എന്ന് വിചാരിച്ച മനോരമയുടെ PR ഉടായിപ്പ് തന്ത്രം അത് സത്യത്തിൽ ഇടതുപക്ഷ സർക്കാരിന് ഏറ്റവും കൂടുതൽ മൈലേജ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു എന്ന് കൃത്യമായി പറഞ്ഞു വെക്കാൻ പറ്റിയ സാഹചര്യം തന്നെയാണ്.